ഹൈ സ്റ്റുഡൻസ് ഡ്രീംസ് ഡിഫൻസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഏവരും കാത്തിരുന്നത് പോലെ SSC-GDയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഏകദേശം 39,481 വേക്കൻസിയാണുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും നല്ലൊരു അവസരമാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സെൻട്രൽ ഗവൺമെന്റ് ജോലി നിങ്ങൾ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്ന് തന്നെ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ക്ലാസ്സുകളും അതേ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. വളരെ തുച്ഛമായ മാസങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. ഏകദേശം 4 മാസത്തിന് അടുപ്പിച്ചേ ഉള്ളൂ. ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. അതേപോലെ എക്സാം പാസ്സായതിനു ശേഷം കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയാണ് 10ാം ക്ലാസ്. 10ാം ക്ലാസ് പാസ്സായ ഏത് സ്റ്റുഡൻസിനും നമുക്ക് SSC-GDക്ക് വന്നിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഏജിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ പിന്നെ ഷെഡ്യൂൾ ട്രിബ്യൂണലിൽ വരുന്ന സ്റ്റുഡൻസിന് OBCക്ക് വന്നിട്ട് പിന്നെ 3 വർഷത്തെയും SC/STക്ക് വന്നിട്ട് 5 വർഷത്തെയും വന്നിട്ട് ഏജ് റിലാക്സേഷൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എക്സ് സർവീസ് മാന് നല്ലൊരു അവസരമാണ്. അവർക്ക് വന്നിട്ട് റിട്ടയർഡ് ആയതിനു ശേഷം നെക്സ്റ്റ് 3 ഇയേഴ്സിനകത്ത് ഉള്ള എക്സ് സർവീസ് ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്കും ഇത് നല്ലൊരു അവസരമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം വന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 80 ക്വസ്റ്റ്യൻ കാണും. ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വെച്ചാണ്. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ റോങ് ആയിട്ട് ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 0.25 മാർക്ക് നിങ്ങൾക്ക് കുറയും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫിസിക്കലിലേക്ക് വരികയാണെങ്കിൽ ബോയ്സിനാണെങ്കിൽ വന്നിട്ട് 5 കിലോമീറ്റർ വന്നിട്ട് 24 മിനിറ്റിനും ഗേൾസിനാണെങ്കിൽ 1600 മീറ്റർ റണ്ണ് വന്നിട്ട് അവർക്ക് 8.5 മിനിറ്റുമാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഹൈറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജനറൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന് വന്നിട്ട് 170 സെന്റിമീറ്റർ ആണ് അവർക്ക് ഹൈറ്റ്. അതേപോലെ തന്നെ ഷെഡ്യൂൾ ട്രിബ്യൂണലിലേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് ഹൈറ്റിന് റിലാക്സേഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ മെൻ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അവരുടെ ചെസ്റ്റ് അളവ് വന്നിട്ട് 80-85 80-85 ആണ് അവരുടെ ചെസ്റ്റ് അളവ് അവർക്ക് നോർമലായിട്ട് വേണ്ടത്. അതേപോലെ തന്നെ ഷെഡ്യൂൾ ട്രിബ്യൂണലിലേക്ക് വരുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ ചെസ്റ്റ് അളവിലും റിലാക്സേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ NCC ഉള്ള സ്റ്റുഡൻസ്, NCC A സർട്ടിഫിക്കറ്റ്, B സർട്ടിഫിക്കറ്റ്, C സർട്ടിഫിക്കറ്റ് സ്റ്റുഡൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും അവസാനം നോട്ടിഫിക്കേഷന്റെ ഏറ്റവും അവസാനം വന്നിട്ട് സ്പോർട്സ് ഈവന്റുകൾ ഏകദേശം 26ഓളം സ്പോർട്സ് ഈവന്റുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണ്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടത്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ 3rd ബാച്ച് പിന്നെ അഡ്മിഷൻ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റെഗുലറൈസ് ആയിട്ട് ക്ലാസ്സുകളുണ്ട്. അതേപോലെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങളെ ക്ലാസ്സിനെ നയിക്കുന്നത്. അതേപോലെ ഏത് രീതിയിലുള്ള ഡൗട്ടുകളും കാര്യങ്ങളും ക്ലിയർ ചെയ്യാനായിട്ട് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാനായിട്ട് സ്പെഷ്യൽ ടീച്ചേഴ്സിനെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ടൈമിന്റെ ഡ്യൂറേഷനെ പറ്റി. അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ടൈം ഡ്യൂറേഷൻ വളരെ കുറവാണ്. നിങ്ങൾക്ക് ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് എക്സാം. അതിന്റെ പോലെ തന്നെ നിങ്ങൾ ഫിസിക്കലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. ഫിസിക്കലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 4-5 മാസം നിങ്ങളുടെ ടൈം മുമ്പിലുള്ള എക്സാമിനായിട്ട്, അത് കഴിഞ്ഞ് 2 മാസത്തിനകത്ത് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ഇടും. ഷോർട്ട് ലിസ്റ്റ് ഇട്ട ഉടനെ നിങ്ങൾക്ക് ഫിസിക്കലും വിളിക്കും. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻക്വയറി നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. എൻക്വയറി നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് 100% കിട്ടും. ഓക്കെ സ്റ്റുഡൻസ്, ജയ് ഹിന്ദ്.